ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡിസൈൻ്റെ പാറ്റേൺ ഇതുപോലെ വന്നിരിക്കുന്നത്. നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ താഴത്തായിട്ട് ദാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടുണ്ട് കണ്ടോ. ഈ നമ്മളിങ്ങനെ റൗണ്ട്സ് വരച്ചിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു റൗണ്ട് കൊടുത്തിരിക്കുന്നില്ലേ, അത് സീക്വൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ റൗണ്ടിന് ചുറ്റും നമ്മൾ സീക്വൻസ് ചെയ്തൊരു സിമ്പിൾ വർക്കാണ്. ഈ സീക്വൻസ് മാത്രം വെച്ച് ചെയ്യുന്നൊരു വർക്കാണ്. പിന്നെ നമ്മുടെ യോക്ക് ഏരിയ ഒരു 14 ഇഞ്ചസിൽ നമ്മൾ യോക്ക് ഏരിയ എടുക്കുന്നുണ്ട് കണ്ടോ. യോക്ക് ഒരു 14 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ആ 14 ഇഞ്ചസിലും അവിടെ ഇവിടെ തോറും ഒരു 2-3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറിയ റൗണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ആ റൗണ്ടിന് ചുറ്റും നമ്മളിതുപോലെ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ സീക്വൻസ് വെച്ച് പോരുന്നുണ്ട് കേട്ടോ. സീക്വൻസ് വയ്ക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് സീക്വൻസ് വെച്ച് പോരുന്നതെന്ന് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ സീക്വൻസ് വെച്ച് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഈ റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്യുക, അതിനുള്ളിലൂടെ തന്നെ ചെയ്തു പോരുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഈ ഒരു ഒറ്റ മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ. ഈ ഗോൾഡൻ കളർ സീക്വൻസ് മാത്രം മതി നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലാക്ക് ജോർജറ്റ് ആണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നമ്മളിതുപോലെ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഞാനിതുപോലെ 3 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിന് ചുറ്റും ഇതുപോലെ കണ്ട ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ട്സിനുള്ളിലാണ് നമ്മളിതുപോലെ സീക്വൻസ് തുന്നി ചേർക്കുന്നത്. പിന്നെ നമുക്ക് മെറ്റീരിയലിന് സെയിം കളർ സ്വിങ് ത്രെഡ് വേണം, നീഡിൽ നമ്പർ 12 വേണം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ ഞാനിതുപോലെ ഒരു ഫുൾ റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ സീക്വൻസ് കൊടുത്തത് നല്ല തിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഒന്നിന് മേലെ ഒന്നായിട്ട് നല്ല തിക്കായിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. അതല്ല, ഇത്ര തിക്നെസ് വേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓരോ സീക്വൻസ് വീതം ഒരു 7-8 സീക്വൻസ് കൊടുത്ത് ചെയ്യുന്ന മെത്തേഡ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്ന് വീതം കൊടുക്കാം. കണ്ടോ, ഇതുപോലെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കണം കേട്ടോ. നമ്മളിതിപ്പോൾ തിക്നെസ് കുറച്ച് ചെയ്തതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്തത് നല്ല തിക്കായിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ മാത്രമാണ് കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്ക് ഇതിൻ്റെ പിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത് വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ നെക്ക് റൗണ്ട് ഫുള്ളും അതുപോലെ നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ളും ഇതേപോലെ തന്നെ ചെയ്ത് പോരുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പം നമുക്ക് സീക്വൻസ് മാത്രം മതി ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, എന്നാൽ സിമ്പിളാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. SN Creations by Thahi എന്ന പേരിലാണേ. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.